പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇറാന്റെ ആകാശത്തും കടലിലും യുഎസും ഇസ്രായേലും ആക്രമണം കടുപ്പിക്കുകയാണ്. ടെഹ്റാനിലടക്കം ആക്രമണ പരമ്പര തുടരുന്നു. അമേരിക്കയും ഇസ്രായേലും സാധാരണക്കാർ കഴിയുന്ന 10,000-ഓളം ഇടങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. യുഎസ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾ എത്തുന്നത് തടയാൻ ഇറാൻ സ്ഥാപിച്ച 16 മൈനുകൾ നശിപ്പിച്ചതായി യുഎസ് സൈന്യം വ്യക്തമാക്കി. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ യുക്രൈൻ സൈനിക ഉദ്യോഗസ്ഥരും യുദ്ധോപകരണങ്ങളും എത്തുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഏറ്റവും പുതിയ വിവരം ഈ ഇറാന്റെ കപ്പലുകൾ 10ഓളം കപ്പലുകൾ നശിപ്പിച്ചു എന്നുള്ള അമേരിക്കയുടെ ഒരു അവകാശവാദമാണ്. അതിന് കടുത്ത തിരിച്ചു നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ചാണോ ഈ യുദ്ധത്തെ നിയന്ത്രിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്? രഞ്ജിത്ത്, ഇപ്പോൾ അമേരിക്കയിലും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ ഓയിൽ ക്രൈസിസ് എല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ യുദ്ധത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാക്കുക, അത് അമേരിക്കയ്ക്ക് കൂടി ഒരു സമ്മർദ്ദമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹോർമുസിനെ നിയന്ത്രിക്കാൻ വേണ്ടി അമേരിക്ക എല്ലാവിധ മാർഗങ്ങളും സ്വീകരിച്ചു വരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംഘടനകളും ഇതിനുവേണ്ടി അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള 10 ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നു. ഇവയെ നശിപ്പിക്കാൻ സാധിച്ചതായിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. അതിനുശേഷം US ആർമിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിരുന്നു. ഇതിലാണ് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലുണ്ടായിരുന്ന 16 ഇറാനിയൻ മൈനുകൾ നശിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള എല്ലാ ശ്രമവും അമേരിക്ക ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ തങ്ങൾക്ക് മറ്റ് തിരിച്ചടികൾ, ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ മൈനുകൾക്ക് നേരെ ആക്രമണം നടന്നത് അവർ ഇതുവരെ പറയുന്നില്ല. ഇപ്പോൾ നിലവിൽ ഒമാൻ മറ്റൊരു ഓഫറുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം നിലച്ചാലും ഈ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങളുടെ തുറമുഖങ്ങൾ വ്യാപാരത്തിനായി ഉപയോഗിക്കാമെന്ന് ഒമാൻ പറയുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഹോർമുസ് കടലെടുക്കിന്റെ ഒരു കിടപ്പനുസരിച്ച് ഹോർമുസിൽ നിന്ന് കുറച്ച് അകലെയാണ് ഒമാന്റെ തീരപ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒമാനിലേക്ക് കച്ചവടം നടത്താൻ സാധിക്കും. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയാണ് ഒമാൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒമാൻ പറയുന്നത് തങ്ങളുടെ രാജ്യത്തിലേക്ക് ചരക്കുകളും മറ്റും എത്തിച്ചു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ വഴി റോഡ് മാർഗം കണക്ട് ചെയ്തുകൊണ്ട് വ്യാപാരം നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധി എത്രയും വേഗം തന്നെ പരിഹരിക്കാനാകും എന്നും ഒമാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിലും ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ചരക്ക് ഗതാഗതത്തിൽ ഒരു കാലതാമസം നേരിടും എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങൾക്ക് അതൊരു ആശ്വാസം തന്നെയാണ്. വ്യാപാരത്തിന് പുതിയൊരു വാതിൽ ഇവിടെ തുറന്നു കിട്ടുകയാണ്. ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ ഇന്നലത്തേനേക്കാളും കുറച്ചുകൂടി കുറവുണ്ട്. ഇന്നലെ $90 പെർ ബാരൽ എന്ന് പറയുന്ന നിലവാരത്തിൽ എത്തിയിരുന്നു. ഇന്ന് $87.88 പെർ ബാരൽ എന്ന് പറയുന്ന ഒരു നിലവാരത്തിൽ നിലവിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ സെലൻസ്കി ഇപ്പോ ഒരു എക്സ്പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം ഇറാനിയൻ ജനങ്ങളോട് വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്, ഈ ആയത്തുള്ള ഭരണകൂടത്തെ പൂർണ്ണമായിട്ടും പുറത്താക്കണം, ജനങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യം സ്വന്തം കൈകളിലേക്ക് കൊണ്ടുവരണം എന്നും ബെഞ്ചമിൻ നെതന്യാഹു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് തീർച്ചയായിട്ടും ഇറാനിൽ ഒറ്റപ്പെട്ടതെങ്കിലും സർക്കാരിനെതിരെ ഇപ്പോഴും തുടർന്നു വരുന്ന പ്രതിഷേധക്കാരെ ലക്ഷ്യമിട്ടു തന്നെയാണ്. അപ്പോൾ ഇറാൻ പോലീസ് മേധാവിയുടെ ഭാഗമായി പിന്നീട് ഇതിന്റെ ഒരു തുടർ പ്രതികരണം ഉണ്ടാകുന്നു. അതായത് ഇറാനിയൻ പോലീസ് മേധാവി പറയുന്നത്, ഈ സർക്കാരിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ശത്രുക്കളുടെ അതേ നിലയാകും എന്നാണ് ഇറാനിയൻ പോലീസ് മേധാവി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ പശ്ചിമേഷ്യയിലുള്ള വിവിധ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം, ഇറാന്റെ പ്രത്യാക്രമണം രൂക്ഷമാണ്. ഇറാനിൽ ഇന്നലെ ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടന്നത്. ടെഹ്റാനിൽ ഉൾപ്പെടെ വൻ സ്ഫോടനങ്ങൾ നടന്നിരുന്നു. ഏതാണ്ട് 10,000-ലധികം ജനവാസ മേഖലകളിൽ ആക്രമണം നടന്നുവെന്ന് ഇറാന്റെ ആഭ്യന്തര മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേലിലെയും അതുപോലെ തന്നെ ഇറാഖിലെയും US-ന്റെ കോൺസുലേറ്റുകൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ മിസൈൽ തൊടുത്തുവിടുന്നതിന്റെ അയൽ രാജ്യങ്ങളിലേക്ക്. ഇത്തരത്തിൽ തങ്ങൾ പവർഫുൾ ആണ് എന്നതിന്റെ ഒരു പ്രതീതി നിലനിർത്താനുള്ള ശ്രമങ്ങളും ഇറാൻ ഇപ്പോൾ നടത്തുന്നുണ്ട്. എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പശ്ചിമേഷ്യയിലുള്ള ഇറാന്റെ ആക്രമണങ്ങൾ അത് മുൻപത്തേനേക്കാൾ കുറച്ച് തോത് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു പക്ഷേ ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഇറാന്റെ ആയുധ സംവിധാനങ്ങൾ തകർന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യയിലേക്ക്
കൂടുതൽ ആക്രമണങ്ങൾ നടത്തി ആ രാജ്യങ്ങളുമായുള്ള സൗഹൃദത്തിൽ അധികം ഉലച്ചിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നതുകൂടി ഇറാന്റെ ഒരു ലക്ഷ്യമായിരിക്കും. തീർച്ചയായും അതാണ്. ഒപ്പം ഈ സംഘർഷം ഇങ്ങനെ വ്യാപിക്കുമ്പോൾ, അത് കുറയാതെ നിൽക്കുമ്പോൾ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിൽ സുപ്രധാന ഇടപെടലുമായി ഇന്ത്യ ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനുമായി സംസാരിച്ചു. നിലവിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ചും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി വിശദമായി ജയശങ്കർ സംസാരിച്ചു. ബന്ധം തുടരുമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, ഇവിടെ നമുക്കറിയാം, നമുക്കൊരുപാട് ആശങ്കകളുണ്ട്. ഹോർമുസ് കടലിടുക്കാണ് പ്രധാന ആശങ്ക. ഇപ്പോൾ ഗ്യാസുമായി ബന്ധപ്പെട്ട വലിയ ക്ഷാമം, പാചകവാതകവുമായി ബന്ധപ്പെട്ട വലിയ ക്ഷാമം ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളം രേഖപ്പെടുത്തുന്നു. ഹോട്ടലുകളൊക്കെ, വൻകിട ഹോട്ടലുകൾ പ്രവർത്തനം നിർത്താൻ ഒരുങ്ങുന്നു എന്ന വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു, ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രശ്നമില്ല, പക്ഷേ വാണിജ്യ ഉപഭോക്താക്കളുടെ കാര്യം പ്രതിസന്ധിയിലേക്ക് വരുന്നു എന്നുള്ളത്. ഇതൊക്കെ പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകും. 15 ദിവസത്തെ എണ്ണയൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴും എസ് ജയശങ്കർ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി സംസാരിക്കും. ഒപ്പം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യക്കും ഏറ്റവും അത്യാവശ്യമായ സന്ദർഭമാണ്. തീർച്ചയായിട്ടും എസ് ജയശങ്കർ ഇറാന്റെ പ്രതിനിധിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന് എസ് ജയശങ്കർ തന്നെയാണ് അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റ് വഴി സ്ഥിരീകരിച്ചത്. എന്നാൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയായത് എന്ന് നിലവിൽ വ്യക്തമല്ല. ഇറാനെ മറ്റ് നിരവധി വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈന, റഷ്യ, അതുപോലെ നിരവധി രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതായിട്ട് ഇറാൻ പറയുന്നുണ്ട്. അതുപോലെ തുർക്കിയും ഇറാനെ 2 തവണ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇവരോടൊന്നും ഒരു അനുകൂലമായ സമീപനമല്ല ഇറാൻ നിലവിൽ സ്വീകരിച്ചിരുന്നതെന്ന് ആ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇന്നലെ വ്യക്തമാക്കിയതാണ്. ഇന്ത്യയുടെ വിശദീകരണം ഇനിയും വരാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്, ഇറാന്റെ പ്രതികരണം എങ്ങനെ എന്നൊക്കെ ഇനി ഇന്ത്യയുടെ പ്രതികരണം വരണം. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ പുറത്തുവിടുന്ന ഒരു വിവരം അനുസരിച്ച് അനുകൂലമായ പ്രതികരണമല്ല ഇറാനിൽ നിന്നുണ്ടായത്. അവർ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥത ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം ആക്രമണങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം എന്നാണ് ഇറാൻ പറയുന്ന ഒരു കാര്യം. ആക്രമണങ്ങൾ മുഴുവൻ നിർത്തി എങ്കിൽ മാത്രമേ ഇത്തരം ഒരു മധ്യസ്ഥതയിലേക്ക് കടക്കാനാകൂ. എങ്കിലും US-നെയും ഇസ്രായേലിനെയും വിശ്വസിക്കാൻ കഴിയില്ല. കഴിഞ്ഞ വർഷവും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ആക്രമണം തുടരും എന്നതാണ് ഇറാന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഈ പ്രശ്നം ആദ്യം ബാധിച്ചു തുടങ്ങിയത് ഈ വാണിജ്യ മേഖലയിലുള്ള ഗ്യാസുകളുടെ വിതരണമാണ്. ഇപ്പോൾ അത് കാരണം ചെന്നൈ, അതുപോലെ തന്നെ ബാംഗ്ലൂർ അടക്കം, അതുപോലെ ഡൽഹി, പലയിടങ്ങളിലും ഈ ഹോട്ടലുകൾ അടച്ചിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു പ്രതിസന്ധി ഇപ്പോ ആദ്യം വ്യാവസായിക മേഖലയാണ് ബാധിച്ചതെങ്കിൽ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ അത് നമ്മുടെ സ്വന്തം അടുക്കളകളിലേക്ക് വരെ കടന്നു കയറാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇത് ഗാർഹിക മേഖലകളെയും സ്വാഭാവികമായിട്ടും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ യുദ്ധം എത്രയും വേഗം നിർത്തുക എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഇന്ത്യക്ക് മാത്രമല്ല മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും കടുത്ത പ്രതിസന്ധി തന്നെയാണ്. പാകിസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളെല്ലാം ഓൺലൈൻ വഴിയാണ് ക്ലാസുകൾ നടത്തുന്നത്. സർക്കാർ ഓഫീസുകൾക്ക് ആഴ്ചയിൽ 4 ദിവസം മാത്രമായി പ്രവൃത്തി ദിവസം. അപ്പോൾ ഇത്തരത്തിൽ പല രാജ്യങ്ങളും പ്രതിസന്ധി നേരിടുന്നുണ്ട്. തീർച്ചയായും അതാണ് അവസ്ഥ. ഏതായാലും പശ്ചിമേഷ്യൻ യുദ്ധം ലോകത്തെ എമ്പാടും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത രാജ്യങ്ങളെ കാര്യമായി ബാധിക്കുന്നു. അവരുടെ പലതരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്.